ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും പ്രേമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. എന്നും പറയുന്നത് പോലെ നേരെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1K ലൈക്കാണ് ടാർജറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. നമ്മുടെ രേവതി പോയത് അറിയാതെ സച്ചി കയറി വന്നു. അറിഞ്ഞു എങ്കിൽ പോലും രേവതി അവിടെ ഉണ്ടെന്നോർത്ത് സച്ചി കയറി വന്നു. രേവതി എടി രേവതി എന്നൊക്കെ വിളിച്ചു. ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു, എടാ അവളിവിടെ ഇല്ലല്ലോടാന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് കേട്ടോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ഇറങ്ങി വരുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങി വന്നു. ആരാ? നമ്മുടെ ശ്രുതിയും. അപ്പോഴാണ് സച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അല്ല ഈ പറയുന്ന ആടിമാസം ശ്രുതിക്കും ബാധകമാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് ചോദിച്ചു, ശ്രുതിയോടല്ല, അല്ല അമ്മയുടെ ഈ മരുമകൾക്ക് എന്താ ആടിമാസം ബാധകമല്ലെന്ന്. ഇത് കേട്ടതൊന്നും ഞെട്ടിപ്പോയിട്ടോ ചന്ദ്ര. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചന്ദ്ര അവരെ പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രുതിക്കും ഒരു കുട്ടി ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആടിമാസത്തിൽ രേവതിനെ പറഞ്ഞു വിട്ടത്. അവിടെ നമ്മുടെ സച്ചി കയറി പിടിച്ചില്ലേ. ഓഹോ, അപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഒരു രീതി, ഇവിടെ വേറൊരു രീതി. അതൊന്നും ഇവിടെ പറ്റത്തില്ല. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവളുടെ വീട്ടില് കൊണ്ടാക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ല സച്ചി, ഇവക്ക് അതിന് വീടില്ലല്ലോ. ഇവളങ്ങ് മലേഷ്യയില. അവിടെ ഈ വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, ആ വീടില്ലെന്നല്ല കേട്ടോ, അവിടെ ഈ ആചാരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ എന്തിനാ അവിടെ പോയി നിൽക്കണം. അതുമല്ല അവളുടെ അച്ഛനുമായിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് നിനക്കറിയാലോ. അപ്പൊ പിന്നെ അവൾ എവിടെ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത്, അല്ല ഇതിനു മുമ്പ് ഈ പറയുന്ന ശ്രുതി ഒരു വീട്ടിൽ നിന്നിരുന്നല്ലോ. ആ വീട്ടിൽ പോയാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ദേ ആ വീട്ടില് ശ്രുതിനെ എത്രയും പെട്ടെന്ന് കൊണ്ടാക്കണം. രേവതിനെ കൊണ്ടാക്കിയതും പോരാഞ്ഞിട്ട് ഇനി ഇവളെ ഇവിടെ പിടിച്ചു നിർത്താന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ ആദിവാസത്തിൽ എല്ലാവരും അങ്ങോട്ട് ആടട്ടെ, അല്ലാതെ എന്റെ ഭാര്യ മാത്രം ആടണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അല്ല എന്റെ ഭാര്യ മാത്രം, എന്റെ ഭാര്യനെ കൊണ്ട് മാത്രം ആടിപ്പിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അത് അവക്ക് അമ്മയൊക്കെ ഉണ്ടല്ലോ. അതെന്താ ശ്രുതിക്ക് അച്ഛനുണ്ടല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് ആ ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ പോയി നിൽക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നിന്നോ, പക്ഷേ രണ്ടുപേരും 2 റൂമിൽ കിടത്തണമെന്ന്. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയി. ശ്രുതി പറഞ്ഞു, അതെങ്ങനെയാ അമ്മേ ശരിയാവുന്നത്? അതൊന്നും ശരിയാവത്തില്ല. എനിക്ക് ശ്രുതി ഇല്ലാതെ കിടന്ന ഉറക്കം വരില്ല. ഓഹോ, പിന്നെ നിന്നെ ശ്രുതിയല്ലേ വളർത്തി ഇത്രയും വലുതാക്കിയത്. അല്ല നീ ഇത്രയും നാളും ശ്രുതിയുടെ കൂടെയായിരുന്നോ കിടന്നത്? എന്റെ പൊന്നടാ, പോടാ. അമ്മേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ രേവതിനെ നാളെ ഞാൻ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരൂ, ഇത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ് ചന്ദ്രയ്ക്ക്? നിവൃത്തിയില്ല. രേവതിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടായി പോകും. അത് പിന്നെ ശ്രുതിക്കും മുമ്പ് ആ കുഞ്ഞു പിറക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓക്കെ ശരി ശ്രുതിമോളെ, നീ ഇന്നു മുതൽ എന്റെ കൂടെ കിടന്നോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പറ്റൂല. അപ്പൊ അച്ഛൻ എവിടെ കിടക്കും? അല്ല അച്ഛൻ ആ റൂമിൽ കിടക്കണ്ടേ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛൻ നിന്റെ കൂടെ കിടക്കട്ടെ. വേണ്ട, അച്ഛൻ വന്ന് എന്റെ കൂടെ കിടക്കട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ലാന്ന് പറയുമ്പോ അച്ഛന് സമ്മതമാണോ? ആ മോനെ, എനിക്ക് സമ്മതം, ഞാൻ മോന്റെ കൂടെ കിടന്നോളാന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു മാസമെങ്കിൽ ഒരു മാസം രവീന്ദ്രന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാലോ എന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു രവീന്ദ്രന് അത്ര വലിയ സന്തോഷം. ഏതായാലും ലാസ്റ്റ് നമ്മുടെ ശ്രുതി എല്ലാം മുറുകെ പിടിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. നമ്മുടെ ശ്രുതിനെയും പീരിച്ചു വെച്ചു. ആര്? നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി പറഞ്ഞ, അന്ധഭയം ഇറുക്കട്ടെ, അന്ധഭയം വേണം എല്ലാവർക്കും. എന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നോ അത് തന്നെ മതി ഇവിടെ, അല്ലാതെ ഇവിടെ 2 മരുമക്കൾക്കും 2 രീതി വേണ്ട എന്ന് പറയുകയും ചെയ്തു. ലാസ്റ്റ് ദേഷ്യം വന്ന് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ചന്ദ്ര അങ്ങ് പോയിട്ടോ. ഏതായാലും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ ചന്ദ്ര പോയത്. ചന്ദ്രയുടെ ഐഡിയാസ് ഒക്കെ പൊട്ടിപ്പാളീസായി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, സച്ചി പോയി റൂമിലിരുന്നു. സച്ചിക്ക് റൂമിലിരുന്നിട്ട് ഇരിക്കപ്പുറതയില്ല. സച്ചി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, എന്തൊക്കെയോ ഒരു കുറവ്. ഏതായാലും സച്ചി കുറെ നേരം ഇതിലും നടന്നിട്ട്, ഇതിപ്പം വല്ലാത്ത മിസ്സിംഗ് ആയി പോയല്ലോ. അതല്ല, അവളുണ്ടായിരുന്നപ്പം ഏതായാലും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഏതു നേരവും വായിട്ടൊക്കെ അലക്കുമെങ്കിലും എന്തോ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടമുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവളില്ലാത്തത് കൊണ്ട് എന്തോ വല്ലാത്തൊരു മൂഖത ഈ റൂമിന് തോന്നുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ റൂമിലിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഫോണൊക്കെ എടുത്തോണ്ട് എന്നാ ഒരു ചെറിയൊരു നിലാവത്തൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ
ശ്രീകാന്ത് പ്രേമനൈരാശ്യമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നത് രണ്ടുപേരും തുല്യ ദുഃഖിതര ആവുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒരാള് നമ്മുടെ വർഷേനെ കാണാതെ ദുഃഖിച്ചിരിക്കുന്നു, വർഷ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു, ഒരാള് രേവതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു. അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്തേക്കല്ല, ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്തിനെ കണ്ടതാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്തിന്റെ അടുത്ത് ചെന്നിട്ട്, അല്ല നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഏട്ടാ ഞാൻ വെറുതെ വന്ന് നിന്നതാ. അല്ല ഏട്ടൻ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? ഓ എന്ത് പറയാനാ, റൂമിൽ ഇരുന്നിട്ട് സത്യം പറഞ്ഞ ഒരു സമാധാനം കിട്ടുന്നില്ല. രേവതി എന്തോ ഇവിടെ നിന്ന് പോയിട്ടാന്ന് തോന്നടാ, എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുകയാണ്. അവൾ ഉണ്ടായിരുന്നപ്പോൾ അവളിങ്ങനെ ഓരോ വഴക്കൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു വിലയും ഇല്ലായിരുന്നു. ഞാൻ അവളെ അംഗീകരിച്ചതേ ഇല്ലായിരുന്നു. അതുമല്ല, ഞാൻ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ച് അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അവളുടെ വില മനസ്സിലായത്. അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം ഇപ്പം സംസാരിച്ചേനെ, എത്രമാത്രം സംസാരിച്ചേനെ. സത്യം പറഞ്ഞ രാത്രി വന്നിട്ട് സമയം പോകുന്നത് അറിയില്ല. അതുമല്ല, ഭക്ഷണം കഴിച്ചു പോലുമില്ല. വായ്ക്കകത്ത് വെച്ചു കഴിക്കാൻ കൊള്ളുന്ന വല്ലതും ആണോ നമ്മുടെ അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും, ഏടത്തി ഇല്ലാത്തതിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ നിനക്ക് മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് വർഷേനെ ഓർത്തത് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അങ്ങനെ വർഷ വന്ന കാര്യമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ ശ്രീകാന്ത്. അങ്ങനെ ചോദിക്കുക, സച്ചി എന്താണ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്? ഹേ ഒന്നുമില്ല ഏട്ടാ. അല്ല, സ്വാഭാവികമായിട്ടും ഭാര്യനെ പിരിഞ്ഞ് ഭർത്താക്കന്മാരും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ്. അത് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാകാന്നുള്ളതല്ലേ ഉള്ളൂ. ഏതായാലും ഏടത്തിനെ എത്രയും പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വരാൻ നോക്കാം. എങ്ങനെ വിളിച്ചോണ്ട് വരാനാടാ? അങ്ങനെ വല്ലതും സമ്മതിക്കുവോ? ഇനിയിപ്പം അതും ചന്ദ്രമതിക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പം കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കില്ല. ഇങ്ങനെ പോയിട്ടുണ്ടേലേ എന്റെ വയറിന്റെ കേസാണേ, വിശപ്പാണേ, അത് സഹിച്ച് ഞാൻ നിൽക്കുന്നു തോന്നില്ലടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി ഫോൺ വിളിക്കുന്നു. അപ്പൊ രേവതി വിളിക്കുന്നത് കണ്ടിട്ട് രേവതി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇങ്ങ് താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തിനാ നീ താഴേക്ക് പോകുന്നത്, നീ ഇവിടെ നിന്നോ. എനിക്ക് താഴേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയിട്ടോ. ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട് രേവതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു. വീട്ടിലെത്തിയെന്ന് ചോദിച്ചപ്പോ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ചോ? എവിടെ നിന്ന്? ഫുഡ് കഴിച്ചു, ഒരു പഴവും കുറച്ച് വെള്ളവും കുടിച്ചു, അല്ലാതെ ഒന്നും കഴിച്ചില്ല. കരിഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചേക്ക, അത് ഞാൻ എങ്ങനെ കഴിക്കാനാ? വായ്ക്കകത്ത് വെക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ നിങ്ങളൊന്നും കഴിച്ചില്ല? ഒന്നും കഴിച്ചില്ല. ഞാനിപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. എവിടെ വന്ന്? അതെ, ഞാനിങ്ങനെ വെറുതെ വന്ന് നിലാവൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിന്ന് നിലാവാണോ? അതെ, ഇവിടെ നല്ല നിലാവുണ്ട്. പകൽവെട്ടം പോലെ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം നല്ലതുപോലെ ചന്ദ്രനെ കാണാൻ പറ്റും, പൂർണ്ണ ചന്ദ്രൻ. ആണോ? അതിന്ന് പൗർണമിയാണോ? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇവിടെ പൂർണ്ണ ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. നിനക്ക് അവിടെ കാണാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചപ്പം എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ ദേവു അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ദേവു ലക്ഷ്മി ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിലാവിനെ കാണട്ടെ, നിലാവ് എന്ന് പറഞ്ഞിട്ട് നില എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, ഈ പെണ്ണിന് എന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പം അതെ, ഭർത്താവ് അടുത്തില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ചെറിയ ഭ്രാന്തില്ലേമേ, അതിപ്പം നമ്മുടെ ചേച്ചിക്കുണ്ട്. സ്നേഹമുള്ള ഭർത്താവ് അടുത്തില്ലാതെ വരുമ്പോഴുള്ള ഒരു ചെറിയ ഭ്രാന്ത്, അവര് തമ്മിൽ സംസാരിക്കട്ടെ, അമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചു. അപ്പൊ സച്ചിമോനാണോ? അതേനെ, പിന്നെ ആര് വിളിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, നിലാവുണ്ട്, ചന്ദ്രനുണ്ട്, നല്ല വെട്ടമുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, അതെ ഇവിടെയും ചന്ദ്രനുണ്ട്, പൂർണ്ണാവസ്ഥയിൽ തന്നെയാ ചന്ദ്രൻ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയട്ടെ രേവതി, നീ അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. പക്ഷേ നമ്മൾ കാണുന്ന നിലാവും നമ്മൾ കാണുന്ന ചന്ദ്രനും ഒക്കെ ഒന്ന് എന്താ അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോ രേവതി പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു നേരം മ്യൂട്ട് ചെയ്ത് വെച്ചാണ് നമ്മളെ കാണിക്കുന്നത് കേട്ടോ. അവരെന്തൊക്കെയോ അവരുടേതായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏതായാലും നമ്മുടെ സച്ചിക്കും രേവതിക്കും ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് കൂടുതൽ അടുക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ആവുന്നത്. കാരണം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രണ്ടുപേരെ ഈ രണ്ടാക്കാൻ നോക്കും തോറും ചന്ദ്ര കാരണം തന്നെ രണ്ടുപേരും അടുക്കുകയാണ്. അപ്പൊ ഏതായാലും അടിപൊളി സീനുകളൊക്കെയാണ്, അത് മിസ് ചെയ്ത് കളയല്ലേ. അപ്പൊ നാളെ എല്ലാവരും കാണണം, നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിന്ന് നേരെ പോകുന്നത് വീട്ടിലേക്കാണ്, സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം അമ്മേനെയും കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഡോക്ടർ വേറെ ഒന്നും അല്ല പറയുന്നത്, ശ്രുതി അമ്മ ഇവിടെ വന്നായിരുന്നു, അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തി റിസൾട്ട് ഒക്കെ വന്നു. അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, അതെ
ഇങ്ങനെ വിട്ടാൽ ഒരിക്കലും ശരിയാവില്ല. അമ്മയുടെ പ്രായത്തിനനുസരിച്ചുള്ള ജോലിയല്ല അമ്മ എടുത്തോണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും ഓരോരോ ജോലി എടുക്കണം. അതൊന്നും ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ശ്രുതിക്ക്. ഇപ്പൊ അമ്മ വാർദ്ധക്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതും കൊണ്ട് തന്നെ ഇപ്പൊ റെസ്റ്റ് അമ്മയ്ക്ക് വേണ്ടത്. ഈ കൊച്ചുമോനെ നോക്കി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലേ എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കൊടുത്ത് മോനെയും കൂട്ടി ഒന്നെങ്കിൽ അവിടെ പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ശ്രുതി വരിക. ഇനിയിപ്പോ ശ്രുതിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അമ്മയും മോനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി അല്ലാട്ടോ, സോറി, ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ ഞാൻ എങ്ങനെയാ അങ്ങോട്ടേക്ക് പോകുന്നത്? ഒരിക്കലും എനിക്ക് എന്റെ നാടും വീടൊന്നും വിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഡോക്ടർ എന്ന് പറഞ്ഞപ്പം, എങ്കിൽ വേണ്ട, എങ്കിൽ ശ്രുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, അത് പിന്നെ മേഡം ഞാനവിടെ ഒരു ചെറിയ ബ്യൂട്ടി പാർലറൊക്കെ സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഒരു അവസ്ഥയിലായി പോകൂലോ. അവിടെ ഞാനില്ലെങ്കിൽ ആകെ തകിടം പറയും. പിന്നെ എന്ത് ചെയ്യാനാ ശ്രുതി നീ പറയുന്നത്? ഒരു കുഞ്ഞുണ്ട്, അതിനെ നോക്കിക്കൊണ്ട് നിന്റെ അമ്മ ഇവിടെ നിന്നാലേ ചിലപ്പോ നീ ഇനി വരുമ്പോ നിന്റെ അമ്മേനെ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യവും ആയുസ്സൊക്കെ നന്നായിട്ട് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞൊരു തീരുമാനത്തിൽ സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യോട് ഇങ്ങനെ ഡോക്ടർ സംസാരിച്ചു, എത്രയിലാ പഠിക്കുന്നതെന്നൊക്കെ സംസാരിച്ച് ചോദിച്ചു. ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. ആ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ആദ്യം നമ്മുടെ ശ്രുതിയുടെ അമ്മയും കൂടെ നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അമ്മയോട് ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. അമ്മ എന്തിനാ ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാതെ നടക്കണത്? അമ്മ ഇങ്ങനെ അമ്മയുടെ ശരീരം ശ്രദ്ധിക്കാതിരിക്കരുത്. അമ്മയ്ക്ക് എന്താ ഒരു കുറവ്? ഞാൻ എല്ലാം അയച്ചു തരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ, എല്ലാം അയച്ചതൊക്കെ തരുന്നുണ്ട്, എനിക്കിവിടെ ഒരു കുറവുമില്ല മോളെ. പിന്നെ അസുഖം വന്നുപോയി, അതിപ്പോ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. മോളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ അമ്മയ്ക്കും ഇല്ലേ ആദി, അമ്മേ എനിക്ക് അവിടെ എന്താ അമ്മ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് ഒരു പ്രശ്നമില്ല, അവിടെ എനിക്ക് പരമസുഖം തന്നെയാ. അതുമല്ല എന്റെ ഭർത്താവും എന്റെ അമ്മായിയമ്മയൊക്കെ എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ട് അമ്മ അത് ഓർത്തൊന്നും ഇപ്പൊ ബുദ്ധിമുട്ടണ്ട. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇനി എന്തെങ്കിലും വരുത്തി വെച്ച് കഴിഞ്ഞാല് എന്റെ ജീവിതം വഷളായി പോകുന്നത് എന്ന് പറഞ്ഞപ്പം, അല്ല മോളെ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇരിക്കും? എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആദ്യോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, മോർണിംഗ് വന്നേന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ആദ്യനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാ, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ എപ്പോഴും ആന്റി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് നീ നിർത്തിക്കോണം. ഇനി മുതൽ നീ എന്നെ ആന്റിന്ന് എല്ലാവരുടെയും കേക്ക് വിളിക്കരുത്, ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദ്യം ചോദിച്ചു, അല്ല അതെന്താ ഞാൻ ആന്റിന്ന് വിളിച്ചാൽ ആന്റി പ്രശ്നം ഇരിക്കുന്നത്? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്നത് എന്താണോ അത് നീ ചെയ്താൽ മതി, അതിന്റെ അപ്പുറം ഒരു ചോദ്യമൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. പിന്നെ ആ രേവതിയില്ലേ, ആ രേവതി ആന്റിയുമായിട്ടുള്ള ഇടപാട് നിർത്തിക്കോണം. ഇനി ആ ആന്റി വിളിച്ചു കഴിഞ്ഞാൽ കൂടെ പോവുകയോ ആന്റിയുടെ അങ്കിള് വിളിച്ചു കഴിഞ്ഞാൽ കൂടെ പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനുമായിട്ട് നീ ഒരു ബന്ധവും കാണില്ല. ഞാൻ നിനക്ക് ചോക്ലേറ്റ് പോലും മേടിച്ചു തരില്ല. പിന്നെ നിന്നെ കാണാനോ അമ്മേനെ കാണാനോ ഞാൻ വരില്ല. വാക്കാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ ഉറപ്പായിട്ടും ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല ആന്റി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ മോനെ ആരും ഇല്ലാത്തപ്പോഴും എന്നെ ആന്റിന്ന് വിളിച്ചോ, അതിനെനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആരെങ്കിലും ഉള്ളപ്പോ മോനെ ആന്റിന്ന് വിളിക്കരുത്. ശരി ആന്റി എന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ. ഏതായാലും ആ കുട്ടി ഇതെല്ലാം കുലുക്കി സമ്മതിച്ച് തലയൊക്കെ കുലുക്കി സമ്മതിച്ചിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എന്താടി നീ കാണിക്കുന്നത്? അത് ആരാണെന്നറിയാമോ നിനക്ക്? നിന്റെ വയറ്റിലുണ്ടായ നിന്റെ കുഞ്ഞ്. ആ കുഞ്ഞിനെ അമ്മ എന്ന് വിളിക്കുന്നതിനുള്ള ആ ഒരു അവകാശവും അധികാരവും ഒക്കെ നീ ആദ്യം നിഷേധിച്ചു. പിന്നെ അത് ആന്റി എന്നാക്കി. ഇപ്പൊ ആന്റി എന്ന് വിളിക്കുന്ന ആ അധികാരവും നീ ഇല്ലാതാക്കി ചേച്ചിയാക്കി. ഇനി എന്നാടി അതിന് നീ തെരുവിലേക്ക് തള്ളിക്കളയുക എന്ന് പറഞ്ഞപ്പം, ദേ അമ്മ എന്നെ ഇങ്ങനെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ദേ അവന് ഇപ്പഴേ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ആ പ്രശ്നമാകുന്നതിന് മുമ്പ് എന്റെ മോളൊരു കാര്യം ചെയ്യ്, എല്ലാ കാര്യവും മോളുടെ ഭർത്താവിനോടും മോളുടെ വീട്ടുകാരോടും തുറന്നു പറ. ഇനിയിപ്പം വിവാഹം കഴിഞ്ഞതല്ലേ, ദേ അതിനൊന്നും പറ്റില്ലമ്മേ, ഇപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഇപ്പൊ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ കാര്യം ഞാൻ സേഫ് ആക്കണുണ്ട്, അമ്മയുടെ കാര്യം അമ്മ സേഫ് ആക്കിയാൽ മതി. പിന്നെ ഞാൻ പോകുക, എനിക്കിനി കൂടുതൽ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്, അതുകൊണ്ട് ഇവിടുത്തെ പണികളൊക്കെ ഇന്ന് ഫുള്ള് ചെയ്തു വെച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് ഫുള്ള് എന്റെ അമ്മ റെസ്റ്റ് എടുത്തോണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു കേട്ടോ. ഏതായാലും ശ്രുതിയുടെ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ, ഏതെങ്കിലും അമ്മമാര് ചെയ്യുന്ന പരിപാടിയാണോ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ അമ്മ എന്ന് വിളിക്കരുത് എന്നൊക്കെ പറയുന്നത്? അതൊക്കെ എന്ത് ക്രൂരതയല്ലേ. ഏതായാലും സ്വന്തം കൺമുമ്പിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുറച്ചു നേരം പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അതെന്താണെന്ന് നമുക്കറിയാം. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളൊക്കെ ഒരു അമ്മയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
നമ്മുടെ സുധീനാണ് കേട്ടോ. അങ്ങനെ സുധിയുടെ ജോലി പോകാനുള്ള കാര്യങ്ങളൊക്കെ സുധി ചെയ്തു കൂട്ടുന്നുണ്ട്. ഏതായാലും ലാസ്റ്റ് സുധിയുടെ ജോലിയും പോകുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ളൊരു ചെറിയ തുടക്കമാണ് അടുത്ത സീൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അത് നാളെ കാണിക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ അത് മറ്റന്നാളേക്കായിരിക്കും കാണിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ഇനിയിപ്പം വിവരിച്ച് കുളവാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ നാളത്തെ പ്രമോ. അപ്പൊ എല്ലാവരും മറക്കാതെ വരിക. നാളെ 6:45 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.